പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ പിന്നെ കാസറ്റുകളും അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ കാസറ്റുകൾ, സിനിമയുടെ കാസറ്റുകൾ, പിന്നെ അല്ലെങ്കിൽ ഡിസ്കുകൾ, ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ഈ പാട്ടുകൾ പ്രധാനമായിട്ടും ഈ ഡിസ്ക് നമ്മൾ കൊണ്ടുവന്നാൽ കാറിലിട്ട് കേൾക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിനോദമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് കാറിൽ ഈ പിന്നെ ഡിസ്ക് DVD CD ഇടാനുള്ള ആ സ്ലോട്ടില്ല. അതുപോലെ തന്നെ ഈ കാസറ്റ് കൊണ്ടുവന്നാൽ അത് പ്ലേ ചെയ്യാനുള്ള സംവിധാനവുമില്ല. നമ്മുടെ കാസറ്റ് പ്ലെയർ അല്ലെ DVD പ്ലെയർ, ഈ സാധനങ്ങളൊന്നുമില്ല. അതെല്ലാം ഇല്ലാതായിപ്പോയി. അതില്ലാതാകുന്നതിൽ നമുക്ക് വിരോധമില്ല, കാരണം ഓരോന്നും കാലാനുസൃതമായി മാറ്റം വരണമല്ലോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മളെ കൊള്ളയടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇപ്പോൾ യേശുദാസിൻ്റെ ഒരു പാട്ട് നമ്മൾ ഒരു കാസറ്റ് വാങ്ങിക്കൊണ്ട് വന്നാൽ, ഒരു DVD അല്ലെങ്കിൽ ഒരു CD വാങ്ങിക്കൊണ്ട് വന്നാൽ അത് നമ്മുടെ സ്വന്തമാണ്. നമുക്കിഷ്ടമുള്ളപ്പോൾ അത് കേൾക്കാം. നമുക്കിഷ്ടമുള്ളപ്പോൾ പിന്നെ അത് പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം. നേരെ മറിച്ച് ഇന്നിപ്പം നമുക്ക് യേശുദാസിൻ്റെ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ പിന്നെ സ്പോട്ടിഫൈ അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം. ആ പാട്ട് നമ്മളൊന്ന് കേട്ടു, അതിനുശേഷം ആ പാട്ട് ഇല്ലാതായി, അത് പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെയും കേൾക്കാൻ പറ്റും, പക്ഷേ അത് നമ്മുടെ സ്വന്തമല്ല, അത് അവരുടെ സ്വന്തമാണ്. നമ്മൾ കേൾക്കുന്നതിന് അവർക്ക് കാശ് കൊടുക്കണം. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മറുവശം കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളിപ്പം മൈക്രോസോഫ്റ്റ് വേഡ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ പ്രോഗ്രാമാണ്. നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം. അത് പണ്ട് കാലത്ത് നമ്മളതിൻ്റെ ഒരു ഡിസ്ക് വാങ്ങും, $100-120 കൊടുത്താൽ കിട്ടുന്നതാണ്. ആ മൈക്രോസോഫ്റ്റ് ഓഫീസ്, വേഡ്, എക്സൽ, അങ്ങനെയൊക്കെയുള്ള 2-3 പ്രോഗ്രാം എല്ലാം കൂടി ചേർന്ന് ആ ഡിസ്ക് കിട്ടും. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. എത്ര കാലം ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നോ, അല്ല ആ ഡിസ്ക് എത്ര കാലം നമ്മളിലുണ്ടോ അത്രയും കാലം നമുക്കത് ഉപയോഗിക്കാം. എന്നല്ല, ആ പഴയകാല ഡിസ്കൊക്കെ ആണെങ്കിൽ എന്തോരം നല്ലതാണ്. ഞാനിപ്പോൾ പോലും 2006 മറ്റുള്ളൊരു മൈക്രോസോഫ്റ്റ് വേഡാണ് ഉപയോഗിക്കുന്നത്. എത്രയോ സൗകര്യം, എത്രയോ ആശ്വാസകരം, യാതൊരുവിധ ഗുരുമാരുമില്ലാത്തത്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ ആ പഴയ വേർഷൻ, പുതിയതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ലാത്തവരെ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഴയതൊക്കെ നമുക്ക് വാങ്ങിയാൽ നമ്മളേതാണത്, നമുക്കത് പിന്നെ എപ്പോൾ വേണേലും ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? മൈക്രോസോഫ്റ്റ് വേഡ് വേണമെങ്കിൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യണം. മൈക്രോസോഫ്റ്റിന് എല്ലാ മാസവും കാശ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ അതൊട്ട് നമ്മുടെ സ്വന്തമാകുകയില്ല താനും. എത്ര കാലം കൊടുത്താലും നമ്മുടെ സ്വന്തമാകുകയില്ല താനും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഇരപ്പാളികളാക്കുകയാണ് ഇവന്മാരെല്ലാവരും കൂടി. നമ്മളറിയാതെ തന്നെ നമ്മളെ ഇരപ്പാളികളാക്കുകയാണ്. നമ്മുടെ സ്വത്തുക്കൾ അടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അവർ. നമുക്ക് സ്വത്തുക്കളില്ല. ഈ സ്വത്തുക്കളെല്ലാം, കാരണം നമ്മളൊരു സാധനം വാങ്ങിയാൽ അത് നമ്മുടേതാകേണ്ടതല്ലേ. ഇത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകുമെന്ന് പറഞ്ഞ പോലെ ഈ നമ്മൾ വാങ്ങുന്ന ഈ സോഫ്റ്റ്വെയർ ഒന്നും നമ്മുടേതല്ല എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്താ? ഇങ്ങനെ വന്നു കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? ഇപ്പം ഫലത്തിൽ നമുക്കൊന്നുമില്ലാത്ത ഒരവസ്ഥ, മനുഷ്യർക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരുന്നു. ആ ടെക്നോളജി മുഴുവൻ ആരുടെയൊക്കെ കയ്യിലിരിക്കുകയാണ്, നമുക്കില്ല. നമുക്കത് കിട്ടണമെങ്കിൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രിപ്ഷൻ തീർന്നാൽ നമുക്ക് പിന്നെ അതിൽ തൊടാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ അവകാശം, നമ്മുടെ ആ ഉടമസ്ഥാവകാശമാണ് ഇല്ലാതാവുന്നത്. ഇത് അമേരിക്കയിലെ കമ്പനികൾ, അമേരിക്കയിലെ ലോ മേക്കേഴ്സും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ആളുകൾ വാങ്ങുന്നത് ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. അത് സബ്സ്ക്രിപ്ഷനാണെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ അവകാശം അതിൻ്റെ ഉടമസ്ഥന് മാത്രം കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി, അത് ശരിയല്ല. ഇപ്പോൾ പണ്ട് മൊൺസാനോ മറ്റോ അവർ ഈ അന്തക വിത്തുകൾ എല്ലാ പ്രാവശ്യവും അവരുടെ നിന്ന് തന്നെ വാങ്ങണം. ഓരോ പ്രാവശ്യം വിതയ്ക്കാനുള്ള വിത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആ വിത്ത് സ്വയം നശിക്കും. അവ എല്ലാ തവണയും വാങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ആ ടെക്നോളജി അവരുടേതാണ് എല്ലാം, ബാക്കിയുള്ളവർക്കൊന്നുമില്ല. അപ്പം നമ്മളെ ഇരപ്പാളികളാക്കുന്ന ഒരു സംവിധാനം, ഈ ടെക്നോളജി ഈ സാധാരണ ജനങ്ങളെ എല്ലാം ഇരപ്പാളികളാക്കിക്കൊണ്ട് അവരെ ഒന്നുമില്ലാത്തവരാക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നിയമം ഉണ്ടാവേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നത് ശരിയല്ല. ഈ നമ്മൾ വാങ്ങുന്ന പാട്ടുകൾ, അല്ലെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, അത് നമ്മുടെ സ്വന്തമായിരിക്കണം. നമ്മളതിൻ്റെ ഡിസ്ക് വാങ്ങിക്കൊണ്ട് വരിക, നമ്മളത് പ്ലേ ചെയ്യാനുള്ള പ്ലെയറൊന്നും ഇപ്പോൾ കിട്ടാനില്ല എന്ന് തോന്നുന്നു. ആ സംവിധാനമെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ടെക്നോളജി വന്നതോടുകൂടി നമുക്ക് ഇതൊന്നും അവകാശപ്പെടാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം വന്നാൽ തിരക്കേടില്ല. നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഡിസ്കിന് പകരം ഡൗൺലോഡ് ചെയ്ത് ഇപ്പം മൈക്രോസോഫ്റ്റ് വേഡ് ഓരോ തവണയും അല്ലെ ഓരോ മാസവും കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിടത്ത് സ്ഥിതി എന്താണ് വരിക? അപ്പോൾ അതിനൊരു മാറ്റം ഇവിടുത്തെ ലോ മേക്കേഴ്സ് അതത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടുത്തെ മുതലാളിമാർ നമ്മളെ കുത്തുവാള എടുപ്പിക്കുന്ന ഒരു സംവിധാനം, ഇതിനൊരു
ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നുന്നു. രണ്ടാമതായിട്ട് ഇന്ന് കണ്ട മറ്റൊരു വാർത്ത, ഈ ഇനി ഈ വയലൻസൊക്കെ അമേരിക്കയുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളതിനെ പറ്റിയാണ്. ഈ പിന്നെ ഡെട്രോയിറ്റിലോ മറ്റോ ആണ് പിന്നെ 2 സ്ത്രീകൾ, 2 സഹോദരിമാർ. ഒരു സഹോദരി പിന്നെ 22 23 വയസ്സൊക്കെ ഉള്ളൂ, പിന്നെ 9 മാസം ഗർഭിണിയുമാണ്. അവർ ഈ ഭക്ഷണം കൊടുത്ത, അവർ ഓർഡർ ചെയ്ത ഫുഡല്ല കൊടുത്തതെന്ന് പറഞ്ഞ് പിന്നെ ആ വെയിറ്ററുമായിട്ട് പിന്നെ ഉടക്കായി. അതും സ്ത്രീയാണ്. എന്നിട്ട് അവർ ഈ കൗണ്ടർ ചാരിക്കിടന്ന് നിന്ന് അവരെ മർദ്ദിക്കുകയും അവരുടെ നേരെ തിളച്ച വെള്ളം, തിളച്ച എണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ സ്ത്രീകളെ 2 പൊക്കി. അപ്പോൾ ആ പിന്നെ പിന്നെ പൊക്കിയ സ്ത്രീയിൽ അതിലൊരു പിന്നെ 9 മാസം ഗർഭിണിയായവട് പിന്നെ അരയും ചെയ്യുന്നതിന് മുമ്പ്, അതായത് പിന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ്, ആ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് അവർ പ്രസവിച്ചു. 4 ദിവസം പിന്നെ 4 ദിവസം കഴിഞ്ഞ് പ്രസവിച്ചു. അപ്പം അതാണ് അവർ കോടതിയിൽ പറഞ്ഞത്. കോടതിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ കൊച്ചിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് പിന്നെ പുറത്തു വിടണം, ജാമ്യം കിട്ടണം. എന്തായാലും അവർക്ക് ഏതാണ്ട് $25,000 കാശ് കൊടുത്താൽ മറ്റേ സഹോദരിക്ക് $1,00,000 കാശായിട്ട് കൊടുക്കണം ജാമ്യം കിട്ടുന്നതിന്. അപ്പോൾ ആ വയലൻസ് എത്രമാത്രമാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളതെന്ന് ആളുകൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ആ വയലൻസ് പിന്നെ വയലൻസ് വിട്ടുകളയാനായിട്ട് മടിക്കുന്നു. ആ ഒരു വയലൻസ് സമൂഹം. അപ്പം എനിക്ക് തോന്നുന്നത്, ഈ പണ്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു, പിന്നെ സോക്രട്ടീസ് അതോ അരിസ്റ്റോട്ടിൽ ഫോർ എവരിബഡി, അരിസ്റ്റോട്ടിൽ ഫോർ അമേരിക്ക എന്നോ. വാസ്തവം പറഞ്ഞാൽ ഗാന്ധി ഫോർ അമേരിക്ക ആണ് വേണ്ടത്. ഈ എല്ലാ കാര്യത്തിനും നമ്മൾ പ്രതികരിക്കാനും എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടാനും ഒന്നുമല്ല, ക്ഷമിക്കാനും പിന്നെ വിട്ടുകൊടുക്കാനുമുള്ള ഒരു മനസ്ഥിതിയും വളർത്തിയെടുക്കുന്ന ഒരു സമൂഹം ഉണ്ടാവേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗാന്ധിജിക്കും വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ഈ വയലൻസ് ഒക്കെ കാണുമ്പോൾ.